ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗോവൻ സ്റ്റൈൽ പോർക്ക് വിന്താലു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ 1 കിലോ പോർക്കാണ് ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ഗരം മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ വറ്റൽമുളക് എടുത്തിരിക്കുന്നത് ഞാനൊരു 3 നല്ല എരിവുള്ള വറ്റൽമുളകും ഒരു 5 കാശ്മീരി വറ്റൽമുളകുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് വറ്റൽമുളക് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഒരു 2 പിഞ്ച് ഉലുവ കൂടി പോരുത്, കയ്പ്പ് വരും. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവപ്പട്ട. അപ്പോൾ ഈ ഗ്രാമ്പൂ ഏലക്ക ഒന്നും എടുക്കുമ്പോൾ അളവ് കൂടി പോകരുത്. ഇപ്പോൾ 1 കിലോയ്ക്കാണെങ്കിൽ ഇത്രയും മാത്രമേ എടുക്കാവുള്ളൂ. ഒരുപാട് ആ ഗരം മസാലയുടെ ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കറി കുളമായിപ്പോവും. അപ്പോൾ ഇതുപോലെ മാത്രമേ എടുക്കാവുള്ളൂ. നമുക്ക് ഇത്രയും ഐറ്റങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വറ്റൽമുളകും ഈ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഈ ഐറ്റംസ് എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാം. എല്ലാ വീഡിയോയ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് എൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മസാല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് ഞാൻ സൈഡിലേക്ക് വെക്കുവാണ്. ഇപ്പോൾ ഈ മസാല ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ പാനിൽ തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണ്. വെളിച്ചെണ്ണയല്ല, ഓയിൽ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുവാണ്. അത്രയും തന്നെ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 പച്ചമുളക് അരിഞ്ഞത്. ഇത്രയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും കൂടെ നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് വഴറ്റിയിട്ട് അരയ്ക്കുവാണെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഒട്ടും വരാതിരിക്കും. നമുക്ക് ഈ എണ്ണയോട് കൂടി തന്നെ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ ഞാൻ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിനാഗിരിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പോർക്കിലേക്ക് ഈ അരച്ച മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ പോർക്കിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മി യോജിപ്പിക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം കറി തയ്യാറാക്കാൻ. ഇത് തിരുമ്മി ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സമയമുള്ളതുപോലെ നിങ്ങളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രീസറിൽ വെക്കണ്ട, താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഈ പോർക്ക് വിന്താലുവിനുള്ള പോർക്ക് തിരുമ്മി വെച്ചിട്ട് കുറേ സമയം ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ഇപ്പോൾ ഇവിടെ ഒരു പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ നമ്മൾ കറുവപ്പട്ട വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊടിച്ചിട്ടില്ല എങ്കിൽ ഈ എണ്ണയിലേക്ക് ഫസ്റ്റ് ഒരു പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പോർക്കിൽ ഉപ്പ് ചേർത്താണ് തിരുമ്മി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കി മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഈ സവോളയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. അങ്ങനെ ചേർത്തിട്ട് തന്നെ വേണം ഈ ഒരു പോർക്ക് വിന്താലു ചെയ്യാനായിട്ട്. ഇതുപോലെ മസാലകളൊക്കെ ചേർത്ത് ഈ കടുക്, ഉലുവ, അതുപോലെ ഈ ഷുഗർ ഇതൊക്കെ ചേർത്തിട്ട് വെക്കുമ്പോഴാണ് കറക്റ്റ് ഗോവൻ സ്റ്റൈൽ പോർക്ക് വിന്താലുവിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ ഈ പോർക്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വഴന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറ്റൽമുളകായിരുന്നു വറുത്ത് ചേർത്തിരുന്നത്. അപ്പോൾ അതിന് എരിവുണ്ടെന്ന് തോന്നിയാൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് എരിവിനൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നിന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് മൊരിച്ചെടുക്കാം. ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം.
ഇനി പോർക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഗോവൻ സ്റ്റൈൽ പോർക്ക് വിന്താലു തയ്യാറായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം വേവിക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഈ ഒരു കിടിലൻ ടേസ്റ്റുള്ള പോർക്ക് വിന്താലു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.